ശേഖറിൻ്റെ ഒരു പെയിൻറ്റിംഗ് ഉണ്ടല്ലോ വിഷുവിനെ കുറിച്ചുള്ള, അതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. ആ പെയിൻറ്റിങ് ഇപ്പോൾ ഗവർണർ റെസിഡൻസിൽ രാജ്ഭവനിലുള്ളത്, അത് 90കളിൽ ചെയ്ത വർക്കാണ്. അപ്പോൾ അന്ന് വലിയ തരം ചിത്രങ്ങൾ ചെയ്യുക എന്നുള്ളൊരു കൗതുകത്തിൽ, അതായത് 2-3 പേരിങ്ങനെ കറ്റയായിട്ട് വരുന്നതും ഒരു ഭാഗത്ത് കർഷകർ ഇങ്ങനെ കന്നിനെ പൊട്ടണതും വലിപ്പം കൂട്ടിയിട്ടുള്ള രീതിയിൽ വിഷുക്കൊന്നകൾ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നത്, അതതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ സാധാരണ ഒരു പെയിൻറ്റിങ് കോമ്പോസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ സ്കൂൾ ഓഫ് ആർട്സിലത്തെയൊക്കെ ഒരു അക്കാഡമിക് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ അതിനൊരു കോമ്പോസിഷൻ മാർക്കൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ ഉത്തമ കഥാപാത്രം ഫോഴ്സുള്ള പോയിന്റിൽ നിർത്തുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു വിഷ്വൽ മാത്രം സങ്കല്പിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്താൽ അല്ല, അത് വളരെയധികം നമ്മുടെ ലൈഫിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു കൊല്ലത്തിലൊരു വിഷു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഇപ്പോൾ ഈ കശുവണ്ടി വിട്ടിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പൈസ ഒരു കൂട്ടി വയ്ക്കും. പിന്നെ ഈ ഇടിച്ചിട്ട് ഇലയിലൊക്കെ പരത്തിയിട്ടുള്ള ഒരു തരം വിഷുക്കട്ട ഉണ്ടാക്കുക അമ്മ, എന്നിട്ട് അതിലേക്ക് ശർക്കരയൊക്കെ പാവക്കരയൊക്കെ വെച്ച് മുറുക്കിത്തരും. അപ്പോൾ അതുപോലെ പടക്കങ്ങൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചങ്ങോട്ട് മതിയാവുന്നവരെ പൊട്ടിക്കാമല്ലോ. അപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഒരു സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം മാത്രമല്ല, പിന്നെ അന്ന് നേരമ്പൾക്കാകുമ്പോഴേക്കൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടലിങ്ങനെ വെയിറ്റ് ഇതൊക്കെ കേൾക്കും ആ സമയത്തൊക്കെ. ഈ പ്രകൃതിയായിട്ടൊരു ബന്ധമുണ്ട് വെച്ചാൽ ഇത് മഴ ഏതാണ്ട് മഴ തുടങ്ങാനുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കൃഷിക്കാർക്കും കൂടി ഒരു താല്പര്യമുള്ള കാലമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ മഴയെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ വിഷു അതാ ഞാൻ പറഞ്ഞ ഈ കൈക്കോട്ടൊക്കെ വെച്ചിട്ട് അതിൽ അണിയൊക്കെ ചെയ്യും, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പം വെച്ചാൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതും കൂടി അങ്ങനെ ഒരു ആയിരിക്കും തുടക്കം. കേരളത്തിലുള്ള ഇതുപോലുള്ള ആഘോഷങ്ങൾ ഒരിക്കലും നമ്മളെ അടുത്ത സംസ്ഥാനത്തോ അടുത്ത മറ്റ് പ്രവിശ്യകളിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, കേരളത്തിൽ മാത്രമുള്ളത്. അതിപ്പോൾ നമുക്ക് ദീപാവലി ഇല്ല, മറ്റുള്ള എല്ലാ ദിക്കിലും ദീപാവലി ഉണ്ട്. അങ്ങനെ കേരളത്തിൻ്റെതായ കുറേ സ്വന്തമായ ആഘോഷങ്ങൾ ഇതുപോലെ ഓണം, വിഷു, തിരുവാതിര എന്നൊക്കെ പറഞ്ഞുള്ള കുറേ അതെ അതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ഒന്നും നമ്മൾ ചെയ്യാറില്ല. കേട്ടിട്ടുണ്ടോ? നമ്മൾ പൊങ്കലില്ല, പൊങ്കലില്ല തമിഴ്നാട് അടുത്താവുകൊണ്ട് നമുക്ക് അറിയാമെന്നല്ലാതെ അത് എന്താ അറിയില്ല, അവിടെ നടക്കേണ്ടത് നമ്മൾ അറിയും. അതെ, ഇവിടെ ഇല്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഈ വിഷു അവിടുത്തെ വല്ല ആഘോഷത്തിൻ്റെയും വേറൊരു രൂപമായിരിക്കാം പക്ഷേ കേരളത്തിൽ ആഘോഷിക്കുന്നത്. ഈ കൃഷിയാണ് അതിൻ്റെ ഒരു ഇതെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ മാതൃഭൂമിയിൽ തിരുമേനിയൊക്കെ ഉള്ള സമയത്ത് വിഷുപ്പതിപ്പ് എന്നുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, വിഷുപ്പതിപ്പ്. അന്നത്തെ ഓരോ അനുഭവങ്ങളൊക്കെ എങ്ങനെയാ, കഥകൾക്കും വിഷുവിൻ്റെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ? ഈ ഇങ്ങനെയുള്ള ഓണം, വിഷു ഇതിനൊക്കെ സ്പെഷ്യൽ പതിപ്പ്. അപ്പോൾ വിഷുവിനെ പറ്റിയിട്ടുള്ള വളരെ കാര്യമായ ലേഖനങ്ങൾ. അതുപോലെ എനിക്ക് തോന്നുന്നത് വളരെ ഈ ഗവേഷണപരമായിട്ടുള്ള ലേഖനങ്ങളും. കൃഷ്ണമാരുടെ മറ്റൊരു ലേഖനം വിഷുവിനെ കുറിച്ചാണ് തോന്നുന്നു, അദ്ദേഹം വളരെ കാര്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇതേ മാതിരിയുള്ളൊരു ആഘോഷം ഈ ഫിലിപ്പൈൻസ് ആ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്നും അങ്ങനെ ഞാൻ ഇപ്പോൾ ഓർമ്മയുണ്ടെന്ന് ആ ഒരു ലേഖനത്തിൽ ആ ലേഖനം അത്രയും സ്റ്റഡി ചെയ്താണ്. അപ്പോൾ ഒരു ഗവേഷണമാതിരി വിഷു എന്നുള്ളത് ഇവിടെ മാത്രമല്ല, ഇത് പല ദിക്കിലും ഇത് ആഘോഷിച്ചിരുന്നു. അത് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു വളരെ എന്താ പറയുക വളരെ പഠനാർഹമായിട്ടുള്ള ഒരു ലേഖനം. അത് എനിക്ക് ഓർമ്മയുണ്ട്. അത് വിഷുവിനെ കുറിച്ചാണ്. അങ്ങനെ പലരും വിഷുവിനെ കുറിച്ചിട്ടുള്ള മറ്റു തരത്തിലുള്ള അവരുടെ അനുഭവങ്ങൾ, അതുപോലെ വിഷുവിൻ്റെ സൗന്ദര്യബോധം, പിന്നെ കവിതകൾ വന്നിരുന്നു. വിഷു പതിപ്പിലെ കവിതകൾ വന്നിരുന്നു, വിഷുവിനെ കുറിച്ചുള്ള കവിതകൾ. പിന്നെ ചിത്രങ്ങളും അത്യാവശ്യം. പക്ഷെ ചിത്രങ്ങളധികം ഇപ്പോൾ ഈ പടക്കം പൊട്ടിക്കണതും പൂത്തിരി കത്തിക്കണതൊക്കെ അധികം വരുള്ളൂ. പക്ഷേ വിഷുവിനെ കുറിച്ചൊരു വളരെ ഇതായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെ ആ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ കവറൊക്കെ പലപ്പോഴും ഈ പൂത്തിരി കത്തിച്ചിട്ടുള്ള അതിൻ്റെ ആ വെളിച്ചം മുഖത്ത് തട്ടുന്നത് ഒരു രസമുള്ള ചിത്രങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിഷുപ്പതിപ്പിൽ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാഹിത്യ മത്സരം നടത്തുമായിരുന്നു. അത് ആ വിഷുപ്പതിപ്പുകളാണ് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. സ്പെഷ്യലിൻ്റെ പ്രത്യേകത അന്ന് എഴുതി തുടങ്ങിയ കുറേ ഡി വിനയേന്ദ്രൻ, ദേശമംഗലം രാമകൃഷ്ണൻ, NS മാധവൻ, ചന്ദ്രമതി, അങ്ങനെ മറിയമ്മ,
അവരൊക്കെ വരുന്നത് അങ്ങനെയാണോ? ആ അവരൊക്കെ വരുന്നത് അങ്ങനെയാണ്. അതെയോ? ആ അത് ശരി. ആ വിഷുപ്പതിപ്പിലായിരിക്കും നിറയെ കഥകളും ഒക്കെ അല്ല മത്സരമാണേ, മത്സരമാണ്. പുതിയ ആൾക്കാർക്ക് പുതിയ ആൾക്കാരുടെ സാഹിത്യ മത്സരം, സാഹിത്യ മത്സരം, ചെറുകഥ, കവിത, പിന്നെ നാടകമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ 70കളിലും 80കളിലും ആണ് സജീവമായിരുന്നത്. അപ്പോൾ ഈ സാഹിത്യ മത്സരമാണ് ഈ മാതൃഭൂമി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള വിഷു. അത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വിഷു ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എല്ലാ വർഷവും ഈ കാത്തിരിക്കും. ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന അവസരത്തിലാണ്. പക്ഷേ ഞാനും അയച്ചിട്ടുണ്ടേ കഥയും കഥ എഴുതി അയച്ചിട്ടുണ്ടല്ലേ. പക്ഷേ എൻ്റെ ഒരു ചിത്രം 1971 മാതൃഭൂമി വിഷുപ്പതിപ്പിൽ ആദ്യമായിട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതിനെനിക്ക് 20 രൂപ പ്രതിഫലവും കിട്ടിയിട്ടുണ്ട്. അല്ല, ഈ വിഷു സദ്യയെക്കുറിച്ച് നമുക്ക് വല്ല എന്തെങ്കിലും ഒരു സദ്യ ഒരു ഓർമ്മ? ഓണം പോലെ സദ്യ എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് പുഴുക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വിഷുവിൻ്റെ പുഴുക്ക്. അത് എന്താണെന്ന് ഈ സാധാരണ പുഴുക്കെന്നാ പറയാ തന്നെ. പിന്നെ ഈ മാങ്ങയുടെ കാലാണ്. ഇപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് ഈ നമ്പൂരിമാരുടെ സദ്യയുടെ വട്ടാണ് ഇപ്പം എനിക്ക് ഓർമ്മയുള്ളൂ. മാങ്ങ പഴുക്കണ കാലാണ്. അപ്പം മാങ്ങ കൂട്ടാനും ഈ പുഴുക്ക് സദ്യയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. വിഷുവിന് ആഘോഷത്തിന് പുഴുക്കുണ്ടാവും. പുഴുക്ക് ഈ സദ്യയുടെ കൂടെ പുഴുക്ക് എന്ന് പറഞ്ഞാൽ പുഴുക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ പല സംഗതികളും അങ്ങനെ ഒരു സാധനം എനിക്ക് ഓർമ്മയുള്ളൂ. അല്ല, മദ്രാശി പഠിച്ചിരുന്ന കാലത്ത് വിഷുവിന് വീട്ടിൽ വരണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അല്ല, വിഷു വരാറുണ്ട് വരാറുണ്ട്. ഇപ്പം ഈ വെക്കേഷൻ്റെ സമയമാകുമല്ലോ, സ്കൂൾ പൂട്ടിയിട്ടുള്ള വെക്കേഷൻ സമയം എന്തായാലും വരും. വിഷുവിനുണ്ടാവും. വിഷു ഓണം എന്തായാലും നാട്ടിലുണ്ടാവും. ഇത് രണ്ടുമാണ് കാര്യമായിട്ടുള്ള നമ്മളെ ആഘോഷങ്ങൾ. വിഷു ഒരു നല്ല സങ്കല്പമാണ്. ഇപ്പം അത് പ്രത്യേകിച്ച് എനിക്ക് എന്താ കൊന്ന പൂക്കുന്ന. പക്ഷെ ഇപ്പോൾ കൊന്നകള് വിഷുവിന് നേരത്തെ നിറയെ പൂത്ത് കാണുന്നുണ്ട്. നേരത്തെ കഴിയും ചിലപ്പോൾ. വിഷുവിൻ്റെ സമയത്ത് ഈ കൊന്നപ്പൂ കണി കാണാൻ വേണമല്ലോ. കൊന്നപ്പൂ ആ സമയത്തേക്ക് തീരും. അപ്പോൾ ആ കണി കാണാൻ നേരത്തെ തന്നെ അവർ തയ്യാറായിരിക്കും. അപ്പോൾ കൊന്ന പൂക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു അല്ല, വിഷുക്കണിക്ക് വേണ്ടി ഇപ്പൊ നഗരങ്ങളിലൊക്കെ ഈ വഴിവക്കില് കൊന്നപ്പൂ കൊണ്ട് വെച്ചിരിക്കുന്നത് കച്ചവടമാണ്. വലിയ കച്ചവടമാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മളെ വീട്ടില് കൊന്നുണ്ടാവും. ഇപ്പോൾ ഒന്നുണ്ടാവും, പൂവൊന്നുമില്ലല്ലോ. അപ്പൊ അവര് കണിക്ക് കോഴിക്കോട്ടൊക്കെ കാണാം, മാർക്കറ്റിലൊക്കെ നിറയെ കാണാം. ഇന്നലെ വരെ നമ്മളൊരു മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ്. ഇനിയിപ്പോൾ വളരെ സുന്ദരമായ ഒരു സമത്വസുന്ദരമായ ഒരു നാളേക്ക് അല്ലെങ്കിൽ ഇന്നേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ പുതിയ വിഷുവിനെ നമ്മൾക്ക് ഭംഗിയായി വരവേൽക്കാം. അല്ല, അങ്ങനെ പറഞ്ഞൊഴിയണ്ട. നമുക്ക് എന്തായാലും വിഷു കൈ നീട്ടാൻ തന്നിട്ട് വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ. എനിക്ക് എന്ത് കൈ നീട്ടാൻ തരാൻ കഴിയും? വേണമെങ്കിൽ ഒരു ചിത്രം വരച്ചു തരാം. അത് മതി. ഒരു സ്കെച്ച്. നിറങ്ങളുടെ വിഷുവല്ലേ? നിറങ്ങളുണ്ടാവില്ല, പക്ഷെ ഞാൻ വരച്ചു തരാം. അത് മതി. പക്ഷേ വിഷു സദ്യയും കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ.